Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത് ഒന്ന് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആണ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്നുള്ളത് 2 മാർക്കിന് വരാവുന്ന ചോദ്യമാണത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ മൈൻഡ് ദാറ്റ് ഹാസ് ടു ബി ഷേപ്ഡ് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ ഗ്രൂപ്പ്. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോഴും നമ്മളിൽ നിന്ന് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനനുസൃതമായി നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻസിറ്റിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്മോൾ ഡിസ്കഷൻ ഗ്രൂപ്പാണ് വിതൗട്ട് എനി ലീഡർ. അവിടെ ആരും ലീഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് പേര് ചേർന്നൊരു ചെറിയ ഡിസ്കഷൻ ഗ്രൂപ്പാണ്. അതിൽ ട്രെയിനർ റൈസസ് എ ക്വസ്റ്റ്യൻ, നമ്മളെ ട്രെയിൻ ചെയ്യുന്നവർ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റേസ് ചെയ്ത് തരുന്നു ആൻഡ് അലൗസ് ദ മെമ്പേഴ്സ് ടു പ്രൊസീഡ് വിത്ത് ദ ഡിസ്കഷൻ. അപ്പോൾ ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റും ഫീലിങ്സും ഒരുപോലെ തന്നെ നമ്മൾ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും അതിൻ്റെ ആ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. ദ നോഷൻ ഈസ് ടു ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് ഇൻ ദ ഗ്രൂപ്പ് റാദർ ദാൻ ദ ടെക്നിക്കൽ സ്കിൽ ഓർ നോളേജ്. ഒരു ജോബിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് നോളേജ് വേണം, നമുക്ക് ടെക്നിക്കൽ സ്കില്ല് വേണം എന്നതിനേക്കാൾ ഉപരി ഒരു ഗ്രൂപ്പിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, എങ്ങനെ ആയിരിക്കണം ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ പെരുമാറേണ്ട രീതികൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അപ്പോൾ അത്തരത്തിലുള്ള മനോഭാവങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ട്രെയിനറും അതുപോലെ തന്നെ ആ ഒരു ഏകദേശം 10 മുതൽ 15 പേര് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്ന 10 to 15 ഉള്ളിലുള്ള ആളുകളും ഒരു ട്രെയിനറും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ആളുകൾക്ക് അവരുടെ ഐഡിയാസും ബിലീഫ്സും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഗ്രൂപ്പിൽ ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അവരുടെ ഐഡിയാസ് ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ്. ട്രെയിനർ ഇൻ്റർവീൻ ചെയ്യും എപ്പോൾ അവിടെ എന്തെങ്കിലും whenever he finds it appropriate ആയിട്ട് അയാൾ ഇടപെടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ട്രെയിനർ ഇടപെടുന്നുള്ളൂ. ഈ ഒരു പ്രോഗ്രാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടാതെ ടു വർക്ക് ആസ് എ ടീം, അവരെല്ലാവരും കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതിന് പുറമെ തന്നെ അവർക്ക് കുറേ സ്കില്ലുകൾ, ലീഡർഷിപ്പ് സ്കില്ലുകളൊക്കെ അവിടെ നിന്ന് കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഈ ഒരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മെയിനായിട്ട് ട്രെയിനീസിന് ഭയങ്കര സെൻസിറ്റീവായിട്ട് ഇമോഷണൽ റിയാക്ഷൻസും എക്സ്പ്രഷൻസും ഒക്കെ ഓരോ വ്യക്തികൾക്കും സിറ്റുവേഷൻ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ നല്ല രീതിയിൽ അവരെ സെൻസിറ്റീവ് ആക്കി മാറ്റുന്നത്. എൻഹാൻസ് ദ എബിലിറ്റി ടു പാർട്ടിസിപ്പൻസ് ടു പെർസീവ് ദ ലേൺ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദെയർ റിയാക്ഷൻസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് ദെയർ അറ്റൻഷൻ ടു ദെയർ ഓൺ ഓർ അതർ ഫീലിംഗ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടേതും മറ്റുള്ളതുമായ ഫീലിങ്സിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, എങ്ങനെയാണ് അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്നതിനെയൊക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. കൂടാതെ പേഴ്സണൽ വാല്യൂസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതിനെയൊക്കെ ഒന്നുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള സോഷ്യൽ ഗോൾസും സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പേഴ്സണൽ ഡെസിഷൻ മേക്കിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ കിട്ടുന്നതാണ്. സയൻറ്റിഫിക് ഔട്ട്ലുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചറിലെ സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നൊരു സയൻറ്റിഫിക് ഔട്ട്ലുക്ക് കൂടി ഇതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ആൻഡ് ബിഹേവിയറൽ ഇഫക്റ്റീവ്നെസ് അച്ചീവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് മാനേജീരിയൽ ഗ്രിഡ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു മാനേജീരിയൽ ഗ്രിഡിൽ പ്രധാന ഗ്രിഡിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പം ഏകദേശം ഒരു 81 സ്ക്വയേഴ്സ് വെച്ചിട്ടാണ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു മോഡലായിട്ട് ഉണ്ടായിരിക്കുക. അതായത് ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ ബേസ് ചെയ്ത്, അതായത് 2 മെയിൻ ഫേസുകളാണ് ഉള്ളത്, കൺസേൺ ഫോർ പീപ്പിളും കൺസേൺ ഫോർ പ്രൊഡക്ഷനും. ഏകദേശം ഇത് തിയറി വൈനോട് സാദൃശ്യമുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ ഗ്രിഡ് ട്രെയിനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ ഒരു ഇൻ്റർ റിലേറ്റഡ് സിസ്റ്റമായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനും അതിനനുസരിച്ച് ഓരോ പ്രോബ്ലംസിനെ ഡയഗ്നോസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെങ്ങനെ ആ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊക്കെ അറിയാൻ പറ്റും. ആൻഡ് ഈ ഒരു സ്റ്റൈൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അറ്റൈൻ ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തെ മെത്തേഡാണ് സർവേ ഫീഡ്ബാക്ക്. സർവേ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ആക്ടിവിറ്റി വരുന്നുണ്ട്. ഡാറ്റ കളക്ട് ചെയ്യണം, ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ എടുക്കുക, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, ഫോളോ അപ്പ് നടത്തുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ്
ഫസ്റ്റ് ആ ഒരു സർവേക്ക് ഉള്ള ഡാറ്റകൾ എന്തൊക്കെയാണെന്നുള്ളത് കളക്ട് ചെയ്യുന്നു. അതൊരു എക്സ്പേർട്ട് ആയിരിക്കും സാധാരണയായിട്ട് അതിൻ്റെ ക്വസ്റ്റനെയറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പല തരത്തിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ക്ലാസിഫൈ ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യുന്നു, എന്തിന് കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഫീഡ്ബാക്ക് ഓഫ് ഇൻഫർമേഷൻസ്. ഇനി അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. പേഴ്സണലി നമ്മൾ കൊടുക്കുക. ആരാണോ ആ ക്വസ്റ്റനെയർ ഫിൽ ചെയ്ത ആളുകൾ അവരുടെ ഫീഡ്ബാക്ക് അത് റിട്ടൺ ആയിട്ടോ ഓർലിയോ നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഫോളോ അപ്പ് നടത്താം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അഡ്വൈസ് കൊടുക്കുക പാർട്ടിസിപ്പൻസിന്, അവരുടെ ഓൺ ആക്ഷൻ പ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് ഒക്കെ ഫീഡ്ബാക്കിലൂടെ അറിയിക്കാനൊക്കെ ഒരു സാഹചര്യമാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് പ്രോസസ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന 4ാമത്തെ സ്റ്റെപ്പ്. പ്രോസസ് കൺസൾട്ടേഷൻ പറഞ്ഞാൽ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് തന്നെയാണ്. മെയിനായിട്ട് ഗ്രൂപ്പിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, എൻഹാൻസ് ചെയ്യുക. അതേപോലെ മീറ്റിംഗ് ടൈമൊക്കെ കുറയ്ക്കുക, കോൺഫ്ലിക്റ്റുകളെയൊക്കെ അഡ്രസ്സ് ചെയ്യുക. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടീം ടു വർക്ക് ടുഗദർ മോർ ഇഫക്റ്റീവ്ലി. നല്ല രീതിയിൽ കൂടുതൽ ഒരുമയോട് കൂടിയിട്ട് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. ആൻഡ് ലാസ്റ്റ് ലോങ് ആഫ്റ്റർ കൺസൾട്ടൻറ്റ് ഹാസ് ഡിപ്പാർട്ടഡ്. അതായത് ആ ഒരു കൺസൾട്ടൻറ്റ് പോയി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഇഫക്റ്റ് കാലാകാലങ്ങളോളം ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന പോലെ ഇരിക്കും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ കെയർഫുള്ളായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്യണം ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം എന്ന് പറയുന്നത്. ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതാണ്. അവിടെ കൺസൾട്ടൻ്റ് ഒരിക്കലും ആ ടീമിനെ ഒരു എക്സ്പേർട്ടായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. പകരം കൺസൾട്ടൻ്റ് ടീം ടു ഹെൽപ്പ് ഇറ്റ് സെൽഫ്, ആ ടീമിന് സ്വമേധയാ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു പ്രോസസ് കൺസൾട്ടേഷൻ്റെ ആവശ്യകത, ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന് എക്സ്പെക്റ്റഡ് ചേഞ്ചസ്, പല ഓർഗനൈസേഷണൽ മെത്തേഡ്സ്, അതായത് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, റോൾസ്, ഫങ്ഷൻസ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയതും നമുക്ക് അഡോപ്റ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ മെത്തേഡ്സുകളെല്ലാം എന്താണോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ വേരിയസ് ഓർഗനൈസേഷണൽ പ്രോസസ്സുകളെ കുറിച്ച് അറിയാനും അത് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാം, അതിനുശേഷം ഓർഗനൈസേഷൻ്റെ ആ ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ നല്ല കാര്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് പ്രോസസ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ ഇതിൽ വരുന്നുണ്ട്. വേരിയസ് ചേഞ്ചസും ഈ പ്രോസസ്സിലൂടെ കൊണ്ടുവരാൻ പറ്റും. മെമ്പേഴ്സിൻ്റെ ഹെൽപ്പ് ദ മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ടു ഇൻകോർപ്പറേറ്റ് ദീസ് ചേഞ്ചസ്. മെമ്പേഴ്സിന് ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനെ എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ് കൺസൾട്ടേഷൻ 6 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, ആദ്യം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നു ക്ലയൻറ്റിനെ. അതിനുശേഷം ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക ഒരു ക്ലയൻറ്റും കൺസൾട്ടൻസിൻ്റെയും ബേസിൽ. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൺസൾട്ടൻസിക്ക് നമ്മൾ ഫീ കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരു സെറ്റിംഗ് ആൻഡ് മെത്തേഡ് ഓഫ് വർക്ക് ബൈ ദ ക്ലയൻറ്റ്, എങ്ങനെയാണ് ഈ ക്ലയൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന മെത്തേഡ്, എങ്ങനെ അത് സെറ്റ് ചെയ്യണം എന്നൊക്കെ സെലക്ട് ചെയ്യുക. ഡാറ്റ കളക്ട് ചെയ്യുക ഡയഗ്നോസ്റ്റിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. കറക്റ്റായ സമയത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുക്കുക. അതിനുശേഷം ടെർമിനേഷൻ ഓഫ് ഫോർമൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കൃത്യമായ കൺസൾട്ടൻറ്റുമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ആ വ്യക്തിനെ ഏബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് അവിടെ ടെർമിനേറ്റ് ചെയ്യുന്നു. കാരണം ക്ലയൻറ്റും കൺസൾട്ടൻറ്റും ആ ഒരു ദൗത്യം പൂർത്തിയാവുമ്പം അവർ രണ്ടുപേരും ടെർമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു സ്പെസിഫൈഡ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോസസ് കൺസൾട്ടേഷൻ വരുന്നത്. പിന്നെ വരുന്നതാണ് തേർഡ് പാർട്ടി പീസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ തേർഡ് പാർട്ടിയിൽ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് ഇൻ്റർപേഴ്സണൽ ആൻഡ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ഇൻ്റർപേഴ്സണൽ, എന്താണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക. കാരണം കിട്ടിയ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ കൺസേൺഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറേ ഡാറ്റ കളക്ട് ചെയ്യും. അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺസെപ്റ്റ് പ്രധാന ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്ന് ഡയഗ്നോസ് ചെയ്യുക, അതിനെ റിസോൾവ് ചെയ്യുക. കോൺഫ്ലിക്റ്റ് രണ്ട് വ്യക്തികൾ തമ്മിലോ മാനേജേഴ്സ് തമ്മിലോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലോ രണ്ട് മെമ്പേഴ്സ് തമ്മിലോ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെ പോലെ ആക്ട് ചെയ്തുകൊണ്ട്
പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കൺസൾട്ടൻറ്റ് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള റോളാണ് ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് പാർട്ടീനെ ഒരു കോൺഫറൻസ് ടേബിളിൽ എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആ ഡിസ്കഷനൊക്കെ ചാനലൈസ് ചെയ്യും ആൻഡ് ലാസ്റ്റ് വളരെ ഒരു ഫ്രൂട്ട്ഫുൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. തേർഡ് പാർട്ടി, മൂന്നാമതൊരാളെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസിനെ ഇല്ലാതാക്കാം. നെക്സ്റ്റ് ആണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. ടീം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓഡിയുടെ വേറൊരു ഇഫക്റ്റീവായ ടെക്നിക്കാണ്. ഇവിടെ ആ ഒരു ടീമിൻ്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ടീമിന് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. ടീം മെമ്പേഴ്സിനൊക്കെ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ അവരുടെ ഡിസ്യൂണിറ്റി, ആളുകൾ തമ്മിൽ ആ ഒരു ടീമിൻ്റെ ഉള്ളിൽ ഒരു ഐക്യമില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുക, ഒരു ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ് ഇതിനെയൊക്കെ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. സെൻസിറ്റൈസ് ചെയ്യുക ടീം മെമ്പേഴ്സിൻ്റെ ബിഹേവിയറിനെ. എന്തെങ്കിലും ഒബ്സ്ട്രക്റ്റ് ഉണ്ടെങ്കിൽ ഒക്കെ പ്രോബ്ലം സോൾവിങ് മെത്തേഡിലൂടെ നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ബിഹേവിയേഴ്സ്, നല്ല കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ട്രസ്റ്റ്, advantage of the strength and weakness of each team members and understanding the customer's point of view. അപ്പോൾ ഇതാണ് ടീം ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെയാവണം, എംപ്ലോയി എങ്ങനെയാണോ, അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും എങ്ങനെയാണ്, എത്രത്തോളം അവരെ ട്രസ്റ്റ് ചെയ്യാം, എത്രത്തോളം പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാനാണ് ടീം ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടാക്കുക, ഇഫക്റ്റീവ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഗ്രൂപ്പ് ആൻഡ് ഇൻ്റർ ഗ്രൂപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ അതിന് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, അതൊക്കെയാണ് ഈ ഒരു ടീം ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെയാണ്. എന്നാലും അത് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ മാനേജേഴ്സിൻ്റെയും എൻ്റർപ്രൈസിൻ്റെയും ഒക്കെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MBO അപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റ്സും മാനേജർ ലെവലിലൊക്കെ ഒബ്ജക്റ്റീവ്സ് ഇടും. സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവിനെ മോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ഇഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനും ഇൻവോൾവ്മെൻറ്റും. ഓരോ മെമ്പറും, ആ ഓർഗനൈസേഷനിലെ ഓരോ മെമ്പറും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് MBO എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ എയിം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. അത് കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഗോളും അച്ചീവ്മെൻറ്റിനെയാണ്. ലോങ് ടേമും ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതേപോലെ ഓർഗനൈസേഷൻ എപ്പോഴും ഡൈനാമിക് എൻറ്റിറ്റിയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനനുസൃതമായിട്ട് തന്നെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റൻഷൻ, സ്ഥിരമായി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങളിൽ കൊടുത്തുകൊണ്ട് റിഫൈൻ ചെയ്തെടുക്കുക, മോഡിഫൈ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക അതിൻ്റെ ഗോൾസും അപ്രോച്ചസും. എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലൊക്കെ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ഓരോ മെമ്പേഴ്സും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷനും പാർട്ടിസിപ്പേഷനും ആ ഗോള് ഫുൾഫിൽ ചെയ്യുന്ന പ്രോസസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് MBO കൊണ്ടുള്ള ഉദ്ദേശം. ആൻഡ് ഗിവ് എംഫസിസ് ഓൺ ഇഫക്റ്റീവ് പെർഫോമൻസ്. നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ഇഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ഊന്നൽ കൊടുക്കുക, ഗൈഡ് ലൈൻസ് കൊടുക്കുക, കൃത്യമായിട്ട് ഓരോ സിസ്റ്റം എങ്ങനെ അപ്ലൈ ചെയ്യണം, പ്രൊസീജിയർ എന്താ, എങ്ങനെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാം, റിസോഴ്സിനെ ഏത് തരത്തിൽ അലോക്കേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. പിന്നെ ഓരോന്ന് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓരോ പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ റിവ്യൂ ചെയ്യുക പെർഫോമൻസ്. ആൻഡ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഷെയർഡ് സെൻസ് ഓഫ് വിഷൻ എമംഗ് ഓൾ ദ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സിൻ്റെയും ഷെയർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ട് ഈ MBO അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ ഒരു OD നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷനിലാണ് ആ ചേഞ്ച് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മൊത്തത്തിലല്ല, എൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഡിപ്പാർട്ട്മെൻറ്റോ ഒരു വ്യക്തിയിലോ ഒന്നുമല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടും ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ പറ്റും. നല്ല രീതിയിലൊരു മോട്ടിവേഷൻ തന്നെയാണ് അത് എല്ലാ ഭാഗത്തും ആളുകൾക്കും ഒക്കെ കിട്ടുന്നത്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ട് കിട്ടും. ടീം വർക്കൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യപ്പെടും. ബെറ്റർ റെസൊല്യൂഷൻസ്, എന്ത് പ്രശ്നം വഴക്കുണ്ടെങ്കിലും നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാനുള്ളൊരു പവർ അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മുടെ ആ ഒബ്ജക്റ്റീവ്സ് എന്താണോ സെറ്റ് ചെയ്തത് അതിനോട് കമ്മിറ്റഡ് ആയിരിക്കും. ആൻഡ് മാറാൻ എല്ലാവരും റെഡി ആയിരിക്കും. ഈ മാറ്റം നല്ലത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും
പുതുതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനോഭാവം എല്ലാവർക്കും കിട്ടുക എന്നുള്ളതാണ്. അതുവഴി എല്ലാവർക്കും ദിവസം ജോലിക്ക് വരാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, ആബ്സെൻ്റ് ഒന്നും ആവാതെ, അല്ലെങ്കിൽ ആളുകളിങ്ങനെ പിരിഞ്ഞു പോവാത്തൊരവസ്ഥയൊക്കെ അവിടെ വരിക. അപ്പോൾ ടേൺ ഓവർ വളരെ കുറയും എന്നാണ് പറയുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, ജോലി സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടും പല റീസൺ കൊണ്ടും. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആകുമ്പം അവർ കറക്റ്റായിട്ട് വരും എന്നുള്ളതാണ്. എംപ്ലോയീസിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, അവർക്ക് പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് ലിമിറ്റേഷൻസ്, ഓഡിയുടെ ലിമിറ്റേഷൻസ്? ഒന്ന്, ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പറഞ്ഞ ഈ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം വരണമെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. പെട്ടെന്ന് ഈ മാറ്റം ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഇതിൽ ഇത്രയും കൺസൾട്ടൻറ്റിനെയൊക്കെ വെച്ച് എല്ലാ പ്രോബ്ലവും കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് ചിലവ്, അവർക്കുള്ള ഫീസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ ഫണ്ടുകളൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് നമ്മൾ മുടക്കേണ്ടി വരും. ആൻഡ് പോസിബിൾ ഫെയിലിയേഴ്സ്, ഇത് വെച്ചതുകൊണ്ട് മാത്രം എല്ലാം സക്സസ്ഫുൾ ആയിക്കോളണമെന്നില്ല, ഫെയിലിയർ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ആൻഡ് പ്രൈവസി ആൻഡ് വിഷൻ, പ്രൈവസി ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ. കാരണം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇറസ്പോൺസിബിൾ ആയതും ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒക്കെ ആളുകൾ നമ്മുടെ ടീമിലുണ്ടാവാം. അപ്പോൾ അതുവഴി അതിൻ്റെ ഒരു സ്വകാര്യത നഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പിന്നെ സൈക്കോളജിക്കൽ ഹാം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് അവിടെ കൂടും. കാരണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്ന സമയത്ത് അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സ്ട്രോങ് സൈക്കോളജി ഉള്ള ആളുകളെയൊക്കെ എംപ്ലോയീസ് വിത്ത് സ്ട്രോങ് സൈക്കോളജി ക്യാൻ പ്രൊട്ടക്റ്റ് ഇറ്റ്, അവർക്ക് മാത്രമാണ് ഇത് പ്രൊട്ടക്ഷനായിട്ട് അവർക്ക് തോന്നുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ചുള്ള അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. ആൻഡ് കൺഫോമിറ്റി പൊട്ടൻഷ്യൽ, അതായത് റിസൾട്ട്സ്, ഡിഫറെൻ്റ് ആക്ഷൻസിൽ വരുന്ന റിസൾട്ടുകൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. പിന്നെ ഗ്രൂപ്പ് പ്രോസസ്സിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു, ഗ്രൂപ്പ് പ്രോസസ്സിന് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഒരിക്കലും അത് സീരിയസ് ആയി എടുത്തിട്ടില്ലെങ്കിൽ ഇത് നെഗറ്റീവായിട്ടായിരിക്കും അഫക്റ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞ കൺസെപ്ച്വൽ ആംബിഗ്യൂറ്റി ആണ്. ഓഡി പ്രോഗ്രാമിൽ നിന്നുള്ള കൺസെപ്റ്റ്, അതിൻ്റെ ഓപ്പറേഷണൽ പോസിബിലിറ്റി, എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, എന്തൊക്കെ ഔട്ട്പുട്ടാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം ആ കൺസെപ്റ്റ്. അല്ലെങ്കിൽ അത് കൃത്യമായി എത്തേണ്ടവരിൽ നല്ല രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല. ഡിഫിക്കൽട്ടി ഇൻ ഇവാലുവേഷൻ, പിന്നെ ഈ ഓഡി പ്രോഗ്രാം വെച്ചതുകൊണ്ട് എത്രത്തോളം നമ്മുടെ ഫേമും വ്യക്തികളൊക്കെ മാറി എന്ന് അറിയണമെങ്കിൽ കൃത്യമായിട്ടൊരു ഇവാലുവേഷൻ അവിടെ ആവശ്യമാണ്. പക്ഷേ ദേ ക്യാൻ റേസ് മെനി ഒബ്ജെക്ഷൻസ് ഫ്രം ഡിഫറെൻറ്റ് കോർണേഴ്സ്, പല ഭാഗത്തുനിന്നും ആളുകൾ അതിനെ എതിർക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓഡി പ്രോഗ്രാമിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ടെക്നിക്കുകൾ, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, മാനേജറിയൽ ഗ്രിഡ്, സർവേ ഫീഡ്ബാക്ക്, പ്രോസസ് കൺസൾട്ടേഷൻ, പിന്നെ പറഞ്ഞിരിക്കുന്നത് തേർഡ് പാർട്ടി പീസ് കീപ്പിംഗ്, ടീം ബിൽഡിംഗ് 6ാമത്തെ പോയിന്റ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള ഓഡിയുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കി, നമ്മൾ ലിമിറ്റേഷൻസും നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.